ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ നെക്ലേസ് കുളത്തിൻ്റെ ആ കുളത്ത് ഇപ്പം നമ്മളിട്ട് ജംഗ് റിങ്സിലോട്ടേക്കും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എസ് കുളത്താണ്. അതിനി ആ ജംഗ് റിങ്സിലോട്ടേക്ക് എസ് കുളത്ത് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം വരുന്നിടത്ത് ജംഗ് റിങ്സ് തന്നെ കൊടുത്ത് അങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ ജംഗ് റിങ്സ് ഇല്ലാതെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഈ ചെയിനിൻ്റെ കണ്ണി വരുന്നത് വലിയ കണ്ണികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതേപോലൊരു ഹെയർ ബോ ആണ് എടുത്തിട്ടുള്ളത്. സിമ്പിളാണ്. നമ്മൾ നേരത്തെ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യാൻ പോകുന്നത്. ആ ഒരു ബേസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ ഒറ്റൊരു പീസാക്കിയിട്ട് വേണമെങ്കിൽ ഹെയർ ബോയിലോട്ടേക്ക് എങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം. നടുവശത്തൂടെ സൂചി നൂലിട്ടൊന്ന് തുന്നിയെടുത്ത് കെട്ടിക്കൊടുത്ത ശേഷം ഹെയർ ബോയിലോട്ടേക്ക് അതുപോലെ 1 സൈഡായിട്ടോ 2 സൈഡായിട്ടോ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതേപോലെ 2 റിബൺ എടുത്ത് ഒന്ന് വലുതും ഒന്ന് ചെറുതും എടുത്തിട്ട് നമ്മൾ നേരത്തെ മടക്കിയെടുത്ത പോലെ മടക്കിയെടുക്കാം. 2 റിബണും നേരത്തെ മടക്കിയെടുത്ത പോലെ മടക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ആ മടക്കിയെടുത്ത ഭാഗം രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് തുന്നിയെടുക്കുക. ഇതുപോലെ നേരത്തെ നമ്മൾ എങ്ങനെയാണോ മടക്കിയെടുത്തത് അതുപോലെ തന്നെ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ മടക്ക് കാണുന്ന ആ ഭാഗം ഒരുമിച്ച് പിടിച്ചിട്ട് വേണമെങ്കിൽ തുന്നിയെടുക്കുക. വലുത് താഴെയും ചെറുത് മുകളിലും വെച്ചിട്ട് ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് സെൻറ്ററിലൂടെ ഒന്ന് തുന്നിയെടുക്കാം. നമ്മൾ നേരത്തെ എങ്ങനെയാണോ സൂചി തുന്നിയെടുത്തത് അതുപോലെ തന്നെ തുന്നിയെടുക്കാം. ഇത് സിമ്പിളായിട്ട് കൈ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതേപോലെ എടുത്ത ശേഷം ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. നമ്മൾ നേരത്തെ എങ്ങനെയാണോ കെട്ടിയത് അതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കെട്ടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഇത് സാറ്റിൻ ബോ എടുത്ത് അതിലോട്ടേക്ക് ഗമ്മ് തേച്ച് അതിലോട്ടേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഗമ്മ് തേച്ച് അതിലോട്ടേക്ക് ഇനി ഒട്ടിച്ചു കൊടുക്കാം. ടൈറ്റ് ആക്കിയിട്ട് 3-4 കെട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗമ്മ് തേച്ച് ഒട്ടിക്കുന്നതിന് പകരം ഈ നൂല് വെച്ച് തന്നെ നമുക്ക് ഹെയർ ബോയിലോട്ടേക്ക് കെട്ടിക്കൊടുത്ത ശേഷം ആ നൂല് കാണാതിരിക്കാൻ വേണ്ടി ഹെയർ ബോയിൻ്റെ താഴെ ചെറിയ കഷ്ണം ഫെൽറ്റ് ഷീറ്റ് എടുത്ത് മുറിച്ച് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇതുപോലെ വെച്ചിട്ട് ഇനി ഗമ്മ് തേച്ചിട്ട് ഇതേപോലെ ഹെയർ ബോയിൻ്റെ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ കമ്മലും മാലയും ആയി മാച്ച് ചെയ്ത് നിൽക്കാനും വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു സ്റ്റോണും കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം.